നമസ്കാരം, എൻജോയ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിതാ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് പൊരി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി ഈ പൊരി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു 2-3 മിനിറ്റ്, ഒരുപാട് ടൈമൊന്നും വേണ്ട. 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ പാനിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ആ പൊരിക്ക് ആവശ്യമുള്ള തേങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം ഞാനിത് തേങ്ങ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആ പൊരി ഇട്ടിരിക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊരിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ശർക്കര പാനിയാക്കണം. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല, ഇങ്ങനെ തന്നെ അത് മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേണം സ്റ്റൗ വയ്ക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായി പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ച് നമുക്കത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ശർക്കരയെല്ലാം ഒന്ന് നന്നായി ഉരുകിയതിന് ശേഷം നമുക്കതിലേക്ക് ജീരകം ചതച്ചതും ഒരു ഏലക്കായും ഒരു നുള്ളി ജീരകം രണ്ടും നന്നായി ചതച്ചത് ഇപ്പം ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമുക്ക് പൊരിയുടെ കൂടെ ഇട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഞാൻ പൊരിയുടെ കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മുറുക്കം കിട്ടും. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, അത് കാരണം വേഗം പൊട്ടി പോരുമായിരുന്നു കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് പൊരിയും ഉണ്ട്, ഇതിൽ തേങ്ങ വറുത്തതും ഉണ്ട്. രണ്ടും കൂടിയിട്ട് ഞാൻ എടുത്തു വെച്ചത്, രണ്ടും ഇട്ട് കൊടുത്തു. ഇനി ഞാൻ അതിലേക്ക് നേരത്തെ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ് ഏലക്ക ചതച്ചതും ജീരകം ചതച്ചതും, അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ലോ ഫ്ലെയിമിലാണ് സ്റ്റൗ ഇരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇളം ചൂടോടക്കനെ തന്നെ നമുക്കിത് ബോൾസായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് വേണം നമുക്കിതൊന്ന് ബോളുകൾ ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് പൊരി ഞാൻ ബോൾസുകൾ ഉണ്ടാക്കി. ബാക്കിയുള്ളത് കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബോൾസുകൾ ഉണ്ടാക്കണമെങ്കിൽ അത് കുറച്ച് ചൂടോടക്കനെ വേണം നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ അത് വേഗം ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പൊരി ഉണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഏലക്കായും ജീരകവും ചേർത്താനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റും സ്മെല്ലും ഉണ്ടായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്